ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിയമത്തിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളതാണ് ഏവർക്കും അറിയേണ്ടത്. കേരളം ആര് ഭരിക്കുമെന്നുള്ളത് പിന്നീടുള്ള കാര്യം. നേമത്തെ വിജയം BJPക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ്. BJPയുടെ വിജയം നേമത്ത് എളുപ്പമായിരിക്കുമോ? ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ട് നില വെച്ച് നോക്കുമ്പോൾ താമര വിരിയാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ അത്രയ്ക്ക് വേരോട്ടം ഉണ്ടാക്കാൻ BJP കഴിഞ്ഞു. അവിടെ 22 വാർഡുകളാണ് ഉള്ളത്. അതിൽ 17 എണ്ണവും BJP പിടിച്ചടക്കി എന്നുള്ളതാണ്. ബാക്കി LDFിലേക്ക് പോയി. ബാക്കി 5 എണ്ണം LDFിലേക്ക്. ആ 5 മണ്ഡലങ്ങൾ പോലും നമ്മൾ നോക്കിയാൽ അത് ന്യൂനപക്ഷങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മണ്ഡലങ്ങളാണ് എന്ന് കാണാം. ബാക്കി മുഴുവൻ മണ്ഡലങ്ങളും BJP തൂത്തുപെറുക്കിയെടുത്തു. ആ 17 മണ്ഡലങ്ങൾ പിടിച്ചതാണ് BJPക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചടക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അതുപോലും അസാധ്യമാകുമായിരുന്നു. അത്രയ്ക്ക് വലിയ ഒരു വിജയമാണ് നേമത്ത് നേടിയത്. അതിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പങ്ക് വളരെ വലുതാണ്. എന്തുകൊണ്ടെന്നാൽ 2024 തദ്ദേശ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ ലീഡ് അവിടെ ഉണ്ടാക്കി. ജയിച്ചത് ശശി തരൂരാണെങ്കിലും നേമത്ത് അദ്ദേഹം 22,226 വോട്ടോളം പിടിക്കുകയുണ്ട്. 14-ലും 19-ലും കൂടുതൽ പിടിക്കേണ്ട BJP തന്നെ ആയിരുന്നു അവിടെ. അതെ, 14-ലും അതുപോലെ തന്നെയാണ്, 19-ലും അതുപോലെ തന്നെയായിരുന്നു. 24 എല്ലാം 18,000, 12,000 ഒക്കെ വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ BJP നിലനിർത്തിയിരുന്നു. ശശി തരൂരാണ് ജയിച്ചത്. പക്ഷേ ശശി തരൂരിന് ഈ മണ്ഡലത്തിൽ 18,000-ന്റെയും 12,000-ന്റെയും 22,000-ന്റെയൊക്കെ ലീഡുണ്ടായിരുന്നു. ശശി തരൂർ ഇത് കവർ ചെയ്തുകൊണ്ടിരുന്നത് തീരദേശത്തെ മണ്ഡലങ്ങൾ വെച്ചിട്ടാണ്. അതിൽ നെയ്യാറ്റിൻകര, പാറശാലയൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ മണ്ഡലങ്ങൾ, കോവളത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ വോട്ടുകൾ കവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇല്ലെങ്കിൽ പലപ്പോഴും വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം ഒക്കെ വരുമ്പോൾ BJP വിജയിക്കേണ്ടതാണ്. പക്ഷേ തീരദേശത്തെ 1-2 മണ്ഡലങ്ങൾ വരുമ്പോഴാണ് തോറ്റുകൊണ്ടിരുന്നത്. ഇത്തവണ എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കിയാലും പാർലമെൻറ്റിൻ്റെ ഇതിനു മുമ്പ് നടന്ന 24 പാർലമെൻറ്റിൻ്റെ റിസൾട്ട് വെച്ച് നോക്കിയാലും BJPക്ക് അവിടെ വലിയ മേൽക്കോയ്മ വന്നിട്ടുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുകയാണെങ്കിൽ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് ഗ്രൗണ്ട് ലെവലിലുള്ള റിയാലിറ്റി. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി മികവ് വന്നാൽ കുറേ വോട്ടുകളിൽ ഇടിവ് വരുത്താമെന്നുള്ളതാണ് LDFിൻ്റെ ഒരു ധാരണ. അതിനാണ് ശിവൻകുട്ടി എപ്പോഴും അവിടെ ഏറ്റവും മിടുക്കനായ ഒരു കോൺഗ്രസ്സുകാരൻ വരുന്നതിന് VD സതീശന് മത്സരിക്കാൻ തയ്യാറുണ്ടോ, കെ മുരളീധരൻ അവിടെ വന്ന് എന്നോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട ഉദ്ദേശം. അങ്ങനെ കുറേ വോട്ടുകൾ കോൺഗ്രസ് പിടിച്ചടക്കി BJPയിൽ നിന്ന് പിടിച്ചെടുത്താൽ ആ ഗ്യാപ്പിലൂടെ തനിക്ക് കഴിഞ്ഞ തവണ നേടിയ പോലെ 3,900 ചില്ലാനം വോട്ടിന് ജയിച്ച പോലെ ഒരു വിജയം ഇത്തവണയും കിട്ടാമെന്നുള്ളതാണ് ശിവൻകുട്ടിയുടെ കണക്കൂട്ടൽ. പക്ഷെ അതിന് സാധ്യത വളരെ കുറവാണ്. ഇത്തവണ ശിവൻകുട്ടി മത്സരിക്കുമോ എന്നുള്ളത് തന്നെ അത് തീർച്ചപ്പെടുത്തിയിട്ടില്ല. ശിവൻകുട്ടിക്ക് ശാരീരിക പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ശിവൻകുട്ടി അല്ലാതെ വേറൊരാളവിടെ നിന്നാൽ അത്രയും പോലും കിട്ടില്ല എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. ഒരു കോമ്പറ്റീഷൻ. ശിവൻകുട്ടിയുടെ ആരോഗ്യം ജനങ്ങൾ നോക്കും. കാരണം അതെ, രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ വരുന്നു. അതെ, അപ്പൊ അവര് കണക്ക് കൂട്ടുന്നത് ഒരു പക്ഷെ കേന്ദ്രത്തിന്റെ പിൻബലത്തോടു കൂടി രാജീവ് ചന്ദ്രശേഖരനിൽ നിന്ന് ഈ മണ്ഡലത്തിന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. പിന്നെ രാജീവ് ചന്ദ്രശേഖരന് ഒരു ക്ലീൻ ഇമേജ് ഉള്ളതും ഒരു ജെന്റിൽമാൻ അപ്രോച്ച് ഉള്ളതും ഒക്കെ കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വളരെ സ്വീകാര്യനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തവണ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷം പാർട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് അദ്ദേഹത്തിന് കഴിഞ്ഞത്. കഴിഞ്ഞ തവണ അദ്ദേഹം മുൻകൂട്ടി പ്രഖ്യാപിച്ചു ഞാനായിരിക്കും സ്ഥാനാർത്ഥിയെന്ന്. അത് കോർപ്പറേഷനിലെ വാർഡുകൾ കൂടുതൽ പിടിച്ചടക്കുന്നതിന് സഹായവുമായി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ജാഥകൾ, വികസന ജാഥകളൊക്കെ നേമത്ത് വലിയ ഗുണം ചെയ്തു. ആ വിധത്തിൽ അദ്ദേഹത്തിന് നല്ല ഇമ്പോർട്ടൻസ് കിട്ടി. പക്ഷേ ഇത്തവണ കോൺഗ്രസ്സിന് ഒരു കരുത്തനായ നേതാവുണ്ടോ എന്ന് സംശയമാണ്. നമ്മുടെ കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ നിൽക്കുന്ന ശബരിനാഥിനെയാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാവായിട്ട് നിൽക്കുന്ന ശബരിനാഥിനെയും ശരത്ചന്ദ്ര പ്രസാദിനെയൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചിലർ ശശി തരൂരിനെ ഇതിനകത്ത് തള്ളിയിട്ടാലോ എന്നും ആലോചിക്കുന്നുണ്ട്. ശശി തരൂർ പക്ഷേ അതിന് പിടികൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാണം കെടാനായിട്ട് ശശി തരൂർ പോകാൻ വഴിയില്ല. പക്ഷേ ശശി തരൂരിനെയും അവർ നിർബന്ധിക്കുന്നുണ്ട്.
രാജീവ് ചന്ദ്രശേഖരന് പറ്റിയ ആൾ താങ്കളാണ്, അതുകൊണ്ട് താങ്കൾ വന്ന് മത്സരിക്കണം എന്ന്. അപ്പം അങ്ങനെയൊക്കെ പൊതുവേ നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ തരൂര് പിന്നിലാണ് നിൽക്കുന്നത്. പിന്നിലാണ്. 22,000 ചില്ലാൻ വോട്ടിന് പിന്നിലാണ്. അതിന് മുമ്പത്തെ തവണ 12,000 ചില്ലാൻ വോട്ടിനായിരുന്നു. 18,000 വോട്ടിന്. അല്ല, ഇനിയിപ്പോ എനിക്ക് തോന്നുന്നില്ല തരൂർ അങ്ങനെ BJPക്ക് എതിരെ ഒരു മത്സരത്തിന് ഇറങ്ങുമോന്ന്. തരൂരിന് നരേന്ദ്രമോദിയും BJPയും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു ചേർന്നത് പോകുന്ന ഒരു സ്വഭാവം. അല്ല, അതിപ്പം കുറച്ച് അകന്നിട്ടുണ്ട്. ഉണ്ട്. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഖാർഗെയും അതുപോലെ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിനെ അടുത്ത് വിളിച്ച് കഴിഞ്ഞ തവണ സംസാരിച്ചതോടുകൂടി അദ്ദേഹത്തിന് കുറേ മാറ്റമുണ്ട്. ഇപ്പം ചില കാര്യങ്ങളിലൊക്കെ മോദി ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ഈ ഇലക്ഷനിൽ അവരുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രധാന ആളായിട്ട് അദ്ദേഹം നിൽക്കുകയല്ലേ. രമേശ് ചെന്നിത്തല കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് ശശി തരൂരിനെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ക്യാമ്പയിനും പരിപാടികളായിട്ട് വരും. അപ്പോൾ അതിൽ നിൽക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യമെന്ന് തോന്നുന്നു. എന്തായാലും നേമത്ത് വന്ന് തലവെച്ച് കൊടുക്കാൻ അദ്ദേഹം തയ്യാറാവില്ല. മാനഹാനിക്ക് ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നില്ല. പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് അവിടെ 22,000 വോട്ട് പുറകിലായിരുന്നു. അപ്പോൾ ഇനിയും അസംബ്ലി കൂടെ മത്സരിച്ച് ജനങ്ങളുടെ അപ്രീതിക്ക് പാത്രമാകാൻ അദ്ദേഹം ശ്രമിക്കുമെന്നറിയില്ല. എന്തായാലും ഇത്തവണ രാജീവ് ചന്ദ്രശേഖരാണ് നേമത്ത് മത്സരിക്കുന്നതെങ്കിൽ താമര വിരിയും എന്ന് തന്നെയാണ് BJP പ്രവർത്തകരും പൊതുവെ മണ്ഡലത്തിലുള്ളവരും. തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞാൽ മതി. അതെ, തിരിച്ചു പിടിക്കും. നേമം ഞങ്ങളുടെ അടിസ്ഥാന മണ്ഡലമാണ്, അത് ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് അവർ കണക്ക്. പക്ഷെ എനിക്ക് അവിടെ ഒരു സംശയം ഉണ്ടാകുന്നത്, ഈ ഭീമാപ്പള്ളി ഭാഗമൊക്കെ നിയമമണ്ഡലത്തിൽ വരുന്നതാണ്. അവിടുത്തെയൊക്കെയുള്ള മുസ്ലിം വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് വരില്ലേ? ഭീമാപള്ളിയല്ല വരുന്നത് കുറച്ച് കമലേശ്വരം ആ ഭാഗങ്ങളാണ്. ഭീമാപ്പള്ളി വരുന്നില്ല. ഭീമാപള്ളി വരുന്നത് തിരുവനന്തപുരം സെൻട്രലിലാണ്. അതേസമയം കമലേശ്വരം തിരുവല്ലത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ, പൂന്തറയുടെ കുറച്ച് ഭാഗങ്ങൾ, അതൊക്കെ ആ കോസ്റ്റൽ ബെൽറ്റ് വരുന്നുണ്ട്. പക്ഷെ ആ വോട്ടിലാണ് സാധാരണ രീതിയിൽ ശിവൻകുട്ടി 3000 വോട്ടൊക്കെ കിട്ടുന്നത്. പക്ഷെ അത് കിട്ടണമെങ്കിൽ BJPയുടെ ഒരു വലിയ വിഭാഗം വോട്ട് കോൺഗ്രസ് പിടിക്കണം. സാധാരണ രീതിയിൽ കോൺഗ്രസിന് കിട്ടുന്ന 23,000 ഒക്കെയാണ് അവിടെ ലീഡ് കിട്ടുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ 36,000-ഓളം വോട്ട് കെ മുരളീധരൻ പിടിച്ചു. അപ്പോൾ 10,000-ലധികം വോട്ട് കെ മുരളീധരൻ അവിടെ പിടിച്ചത് കൊണ്ടാണ് 3,900 വോട്ടിന് ശിവൻകുട്ടിക്ക് കഴിഞ്ഞ തവണ ജയിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം തോറ്റുപോയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തവണയും കെ മുരളീധര വരൂ വെല്ലുവിളിക്കൂ തന്നെ, VD സതീശ ചുണയുണ്ടെങ്കിൽ നേമത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നിൽക്കുന്നത് കൊണ്ടാണ്. എങ്ങനെയെങ്കിലും എനിക്ക് BJP വോട്ടിൽ കുറച്ചൊന്ന് സ്പ്ലിറ്റ് ആക്കി തരൂ, എങ്കിൽ ഞാൻ ജയിച്ച് കാണിച്ചു തരാം എന്നാണ് അദ്ദേഹത്തിന്റെ. പക്ഷെ മുരളീധരൻ ഇനിയിപ്പോൾ വരില്ല കേട്ടോ. മുരളീധരൻ ഏതാണ്ട് മത്സരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ മുരളീധരൻ എവിടെ മത്സരിച്ചാലും BJPക്കാര് RSSകാര് വൻ പണി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഹിന്ദു വിരുദ്ധനായിട്ട് അദ്ദേഹം പെരുമാറുന്നു എന്ന് പറഞ്ഞ് അവരുടെ എവിടെയൊക്കെ വിജയസാധ്യതയുണ്ടോ അവിടെ പോയി കെടുത്താൻ. തൃശ്ശൂരെങ്കിൽ തൃശ്ശൂർ, നാളെ പിന്നെ തിരുവനന്തപുരത്തെങ്കിൽ തിരുവനന്തപുരത്ത്, അതല്ലെങ്കിൽ നേമത്തെങ്കിൽ നേമത്ത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ RSSന്റെ ഒരു നോട്ടപ്പുള്ളിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നീങ്ങേണ്ട അവസ്ഥയിലാണ് വട്ടിയൂർക്കാവിൽ പോലും ഉള്ളത്. വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന് സ്വല്പം ബേസ് ഉള്ള സ്ഥലമാണ്. അദ്ദേഹത്തിന് ഒരുപാട് പേരെ അറിയാം, ഒരുപാട് റെസിഡൻസ് അസോസിയേഷൻകാരുമായിട്ടൊക്കെ ബന്ധമുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിന് കാലിടറാതെ സൂക്ഷിക്കാൻ ചില വാണിങ്ങുകൾ പലരും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നേമത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേമത്ത് ഇത്തവണ ഒരു ശക്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നാലും അവിടെ രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിക്കുക ചില ബുദ്ധിമുട്ടാണ്. താമര വിരിയാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.